ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു അടിപൊളി ലഡു എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മാവിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ നമുക്ക് കൈ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് ചെറിയൊരു ലൂസായ രീതിയിൽ നമുക്ക് കുഴച്ച് 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് ഒന്നുകൂടെ നമുക്ക് ചെറുതായി കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ മാവ്. ഇതിനെ നമുക്ക് ചെറിയ ബോൾസുകളായി ഉരുട്ടി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് കൈകൊണ്ട്. എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് നമുക്ക് ഈ പരത്തി വെച്ചേക്കുന്ന ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ചെറുതായി ഫ്രൈ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വേഗം ഫ്രൈ ആവുന്നതാണ്. നമുക്ക് 2 സൈഡും ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതിനെ നമുക്ക് കൈ കൊണ്ട് ചെറുതായി മുറിച്ചെടുക്കാവുന്നതാണ്. എല്ലാ പീസിനെയും നമുക്കിതുപോലെ ചെറുതായി മുറിച്ചെടുക്കാം. ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാവുന്നതാണ്. പൊടിച്ചെടുത്ത ഈ മിക്സറിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബദാം ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാനെടുത്ത നെയ്യ് ബാക്കി വന്നത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം കൈകൊണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ബോൾസുകളായി ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലഡു തയ്യാറായി. മധുരപ്രിയരായ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ താങ്ക് യു.